ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പരിപ്പ് വട ഉണ്ടാക്കാം. ഇവിടെ ഞാനതിന് 3 കൂട്ടം പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ കുതിർത്ത് മാറ്റി വെച്ച ഉഴുന്ന് പരിപ്പാണ്. ഇതിപ്പോൾ ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ച് എടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചേ എടുക്കാവുള്ളൂ. അപ്പോൾ ആ ചതച്ചെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അരിഞ്ഞു പോയി കഴിഞ്ഞാൽ പരിപ്പുവട ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല, ക്രിസ്പി ആകത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത്, ഞാൻ ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചെടുത്തത്, ഒരു ചെറിയ സവാളയാണ് എടുത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് മുളക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിലൊക്കെ. അപ്പോൾ അത് ഞാൻ ഒരു 1.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ ഇത് ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊടിച്ച് വെക്കാറുണ്ട് ചിലർ. ഇപ്പോൾ പാകത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. കായപ്പൊടി ഇച്ചിരി ഒരു സ്പൂണോളം നമുക്ക് കായപ്പൊടി ചേർക്കാം. അതിൻ്റെ ആ സ്മെല്ലും ആ ഗുണവും അതിന് എപ്പോഴും നല്ലതാണ് പരിപ്പ് വടയ്ക്ക്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട്, ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് പാന് വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഞാൻ ഈ ഓവൽ ഷേപ്പിൽ, നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നടുക്ക് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഓവൽ ഷേപ്പിലാണ്. അപ്പം ഫുള്ള് എണ്ണയ്ക്കകത്ത് കവർ ചെയ്ത് അങ്ങനെ കിടന്നോളൂ. അപ്പം എല്ലാം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 പരിപ്പ് വർഗ്ഗങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പം സാധാരണ നമ്മൾ പരിപ്പ് മാത്രം ഉപയോഗിച്ചാണ് പരിപ്പുവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്നൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തണം. ഇപ്പോൾ നമ്മുടെ പരിപ്പുവട നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എണ്ണയിൽ മുങ്ങി കിടന്നത് കൊണ്ട് അതെല്ലാ വശം നന്നായിട്ട് മൊരിഞ്ഞാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ഓരോന്ന് എണ്ണയിലിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീടുകളിൽ പലതരം പരിപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് കുതിർത്താൽ മതി ഒരു 2 മണിക്കൂറൊക്കെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.